കൊള്ളാം. സെക്കൻഡ് ഹാഫ് കിടില്ല സിനിമ, ഒന്നും പറയില്ല, പൊളി. സെക്കൻഡ് ഹാഫ് ഭയങ്കര വയലൻസ് ഫിലിമിൽ. കൊള്ളാം. ധനുഷ് സൂപ്പർ റോളും. ഫസ്റ്റ് ഹാഫിൽ മാത്രം കുറച്ച് ലാഗ് ഫീൽ ചെയ്യും, ബാക്കിയെല്ലാം കൊള്ളാം. നല്ല പടം. ധനുഷ് പൊളി, കൊള്ളാം. പ്ലോട്ട് കുറച്ചും കൂടെ ശരിയാക്കാണ്ട്, പക്ഷെ ധനുഷിന്റെ ഡയറക്ഷൻ സൂപ്പർ ആയിരുന്നു. ഞാൻ അത് കാണാൻ വന്നതാണ്. ഇല്ല, എനിക്കങ്ങനെ ഒന്നും തോന്നിയില്ല. വയലൻസ്, അത്ര വയലൻസ് ഒന്നും ഇല്ല, കണ്ടോണ്ടിരിക്കാന്നതേ ഉള്ളൂ. ഓ ഇല്ല, എനിക്ക് നന്നായിട്ടിരുന്നു. ഞാൻ ഡയറക്ഷൻ വൈസാണ് വന്നത്, കഥ വൈസ് എനിക്കറിയായിരുന്നു. ചിലപ്പോൾ സിനിമാറ്റോഗ്രഫി കാണാനാണ് ഞാൻ വന്നത്. അത് വെർത്തായിരുന്നു. എനിക്കിതിൽ ഡയറക്ടറായിട്ടായിരുന്നു കൊള്ളായിരുന്നു. ഇതിൽ ആക്ടറായിട്ടും കൊള്ളായിരുന്നു, പക്ഷെ ഡയറക്ഷൻ ആയിരുന്നു സൂപ്പർ. കൊള്ളായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫാണ് കുറച്ചും കൂടെ എൻഗേജിംഗ് ആയിട്ട് തോന്നിയത്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലോ ആയിട്ട് തോന്നുന്നു, പക്ഷേ ഫസ്റ്റ് ഹാഫിൻ്റെ പകുതി എത്തിയപ്പം കൊള്ളായിരുന്നു. ഓവറോൾ കൊള്ളാം. വയലൻസ് സെക്കൻഡ് ഹാഫിലാണ് വരുന്നത്, പക്ഷേ ഫസ്റ്റ് ഹാഫിൽ നല്ല ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു പടമാണ്. വലിയ വയലൻസ് എന്ന് പറയാനായിട്ടില്ല. ഇല്ല, അങ്ങനെയും തോന്നുന്നില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. മിക്കവരും നമ്മുടെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു, പക്ഷേ ഇഷ്ടപ്പെട്ടായിരുന്നു മിക്കവാറും. ഇഷ്ടപ്പെട്ട വെച്ചാൽ അതിൻ്റെ ഡയറക്ഷൻ തന്നെ പറയാൻ പറ്റില്ല. ഫസ്റ്റ് മൂവിയാണെന്ന് പറയൂല, അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു ആക്ടറിന് നല്ലൊരു ഡയറക്ടറാൻ പറ്റുന്നുള്ള ഒരു ക്വാളിറ്റി അങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഗംഭീരമായിരിക്കും, അടിപൊളിയായിരിക്കുന്നു. വ്യത്യസ്തമായിട്ട് പുള്ളിയുടെ ഡയറക്ഷൻ അടിപൊളിയായിട്ടുണ്ട്. ഓരോ കഥാപാത്രങ്ങൾക്കും ഓരോ കറക്റ്റായിട്ട് ചൂസ് ചെയ്തിട്ടുണ്ട്, ഓരോ വ്യക്തികളെ ഗംഭീരമായിട്ട് തന്നെ. നല്ല പടമായിരുന്നു. ധനുഷിന്റെ ഒരു വെറൈറ്റി, ക്യാപ്റ്റൻ മില്ലർ കഴിഞ്ഞ് ധനുഷിന്റെ ഒരു വെറൈറ്റി പടമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ധനുഷ് ഇപ്പോൾ വേറെ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്ന പടം. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, കാരണം അതിനൊത്ത വില്ലനായാലും പ്രകാശ് സാറ്, പിന്നെ അതിന് കെ സൂര്യ, ഇവരെല്ലാവരും ഒന്നിനൊന്ന് മെച്ചമുള്ള ഒരു പടം തന്നെയായിരുന്നു. അടിപൊളി, ഒരു രക്ഷയില്ല, പറയാൻ പറ്റാത്ത പടം തന്നെ.